നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച 2.5 ലക്ഷത്തിലധികം ക്യാപ്റ്റഗൺ ഗുളികകൾ പിടികൂടി. അതിർത്തി, തുറമുഖങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശ്രമങ്ങൾ. സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പിടികൂടിയവയിൽ 10 കിലോ മെത്താംഫെറ്റമൈനും ഉൾപ്പെടും. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട്, ദുബാ തുറമുഖം, അൽബാത്ത അതിർത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. ദുബാ തുറമുഖത്തു നിന്ന് 50,000 ക്യാപ്റ്റഗൺ ഗുളികകളും, ജിദ്ദ എയർപോർട്ടിൽ നിന്ന് 20,200 ഗുളികകളും, അൽബാത്ത അതിർത്തിയിൽ നിന്ന് 1,92,000 ഗുളികകളുമാണ് പിടികൂടിയത്. വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന് തുടക്കം കുറിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി. 70 വർഷത്തെ ഔപചാരിക നയതന്ത്ര ബന്ധങ്ങളും 200 വർഷത്തെ അടുത്ത ഇടപെടലും 5000 വർഷത്തെ ചരിത്ര ബന്ധവുമാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ളത്. അവസരങ്ങളും സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും വളർത്തിയെടുത്ത വർഷങ്ങൾ. ഇത്തരത്തിലുള്ള ഇന്ത്യ ഒമാൻ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ ഒമാൻ നെറ്റ്വർക്കിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സൗദി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റോഡ് പരിപാലന രംഗത്ത് പുതിയൊരു സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. ഓടകളിലെ വെള്ളക്കെട്ടുകൾ വൃത്തിയാക്കാൻ ഒരു റോബോട്ടിനെ ഉപയോഗിക്കുന്നതാണ് ഈ നൂതന പദ്ധതി. റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗുണനിലവാരം ഉയർത്താനും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കാനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. പ്രത്യേകിച്ചും മഴക്കാലത്ത് റോഡുകളിലെ തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉയർന്ന നിലവാരമുള്ളതും വിശ്വസനീയവുമായ റോഡ് ശൃംഖല ഒരുക്കുന്നതിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. കുവൈത്തിലെ തീരദേശ സംരക്ഷണ സേന നടത്തിയ സുരക്ഷാ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ 12 ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിലായി. അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി നിയമവിരുദ്ധമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിനാണ് ഇവർ പിടിയിലായത്. ഈ പ്രവർത്തനങ്ങൾക്കായി ഒരു ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്റെ ക്യാമ്പ് ഇവർ താവളമാക്കിയിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.